വർക്കല വിനോദസഞ്ചാര കേന്ദ്രമായ പാപനാശത്ത് നിയന്ത്രണം തെറ്റിയ ട്രാവലർ വാൻ കടയുടെ മുന്നിൽ ഇരിക്കുകയായിരുന്ന അമ്മയെയും കുഞ്ഞിനെയും ഇടിച്ചു. വഴിയരികിൽ നിന്നയാൾക്കും പരിക്കേറ്റു. വലിയ ദുരന്തമാണ് ഒഴിവായത്. വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കോഴഞ്ചേരി സ്വദേശിയായ ഡ്രൈവറെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. പരവൂർ കലക്കോട് സ്വദേശി നിഷ, മകൾ സാന്ദ്ര, മകൻ സച്ചിൻ, വർക്കല സ്വദേശി സത്യൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. നിഷയും മക്കളും ബലിതർപ്പണത്തിനെത്തിയതായിരുന്നു. രാവിലെ 10:15 അപകടം. കോഴഞ്ചേരിയിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികളെ ഇറക്കിയ ശേഷം കുന്നിൻ മുകളിലെ റോഡിൽ നിന്നും അമിത വേഗതയിൽ വന്ന വാഹനം നിയന്ത്രണം തെറ്റി വഴിവക്കിൽ കടയുടെ അരികിൽ വിശ്രമിക്കുകയായിരുന്ന അമ്മയെയും മക്കളെയുമാണ് ഇടിച്ചത്. ഒഴിഞ്ഞുമാറാൻ കഴിയാതെ കടയുടെ സമീപത്തെ അരമതിലിനും വാഹനത്തിനുമിടയിൽ 8 വയസ്സുള്ള കുട്ടി ഞെരുങ്ങുകയും ചെയ്തു. വണ്ടി മുകളിൽ പാർക്കിങ്ങിന്റെ ഏരിയയിൽ കിടന്ന വണ്ടി, നോ പാർക്കിങ്ങിൽ ഇട്ട വണ്ടിയാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാണേലും വണ്ടി പാഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഞങ്ങളുടെ കടയ്ക്കകത്തോട്ടാണ് വണ്ടി കയറുന്നതെന്നുള്ള വിചാരിച്ചു. പിന്നെ ആ ഡ്രൈവർ ആരാണെന്ന് അറിഞ്ഞുകൂടും. നല്ലതായിട്ട് വണ്ടി ഇത്രയും കൂടെ തിരിച്ച് അങ്ങോട്ട് അതിൽ മതിലിടിച്ചാണ് ആ വണ്ടി അവിടെ നിന്നത്. വണ്ടി നിന്നതിന് ശേഷം നമ്മൾ വിചാരിച്ചു അതിനടിയിൽ തന്നെ എത്രയോ ജീവൻ കാണുമെന്ന് വിചാരിച്ചു. അത്രമാത്രം അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ഒരു കൊച്ചിനെ ഇവിടുന്ന് ചായയും കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകുന്ന ഒരു കൊച്ചിനെയാണ് വണ്ടിക്കിടയിൽ നിന്ന് ആൾക്കാരെല്ലാവരും കൂടെ വണ്ടി ഉന്തി തള്ളി മാറ്റിയാണ് ആ സ്ത്രീയെ രക്ഷിച്ചത്. കുട്ടി ഇതിനിടയിൽ നിന്ന് തെറിച്ചു പോയി. ഇവിടെയുള്ള ഒരു നാട്ടുകാരനും ഉണ്ടായിരുന്നു, അയാളും തെറിച്ച് വീഴുന്നു വണ്ടിയിൽ നിന്ന്. വണ്ടി വരവ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മരണം സംഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വണ്ടി ഓടി വന്നത്. വണ്ടിക്കകത്തിരുന്ന ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. ആ കുട്ടികളെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഉന്തി തള്ളി മാറ്റിയാണ് അവരെ ഇറക്കി വിട്ടത്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെൺകുട്ടിക്ക് കണ്ണിന്റെ ഭാഗത്തും നെറ്റിയിലും ചതവും പരിക്കുമുണ്ട്. അമ്മയ്ക്കും മകനും നിസാര പരിക്കേറ്റു. നാട്ടുകാരനായ സത്യൻ എന്ന ആളുടെ കാൽമുട്ടിനും പരിക്കേറ്റു. ഈ അപകടം ഇതിനു മുമ്പ് ഇതേപോലെ ഒരു 4-5 അപകടമൊക്കെ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. കൈമാക്സ് ലൈറ്റിൽ ഇടിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കൈമാക്സ് ലൈറ്റിനെ ഇടിച്ചു പൊളിക്കുന്ന തരത്തിൽ ചമ്മന്മാരുടെ വണ്ടികൾ വന്ന് ഇടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പലതും നേരിൽ കണ്ടതാണ്. ഇപ്പോഴ് ഈ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സേഫായ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ലോപ്പിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാം. ഇതുകൊണ്ട് ഡ്രൈവർമാരെ പറഞ്ഞിട്ടോ നാട്ടുകാരെ പറഞ്ഞിട്ടോ കാര്യമില്ല. നമുക്ക് മെയിൻ ബീച്ചിൽ വണ്ടി നല്ലതുപോലെ ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നുള്ള കാര്യം ഈ 75 വർഷമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഭാരത് വിഷൻ, വർക്കല.